അദ്ദേഹത്തിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാം ഉള്ള ഒരു സിനിമയാണ് പവിക്കാറ്റെ. ചില സിനിമകൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് ഒന്നും പറയാൻ പറ്റൂല. ഇതിങ്ങനെ നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ ഒരുപാട് വിജയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്ക് എന്താ പറയാ, സിനിമയുടെ ഫൈനൽ ജഡ്ജസ് എന്ന് പറഞ്ഞ പ്രേക്ഷകരാണ്. നമസ്കാരം. അമ്മയുണ്ടായിരുന്നു. താങ്ക് യു. കിട്ടുന്നില്ല. എല്ലാവരും ടിക്കറ്റ് എടുത്തവരാണോ? പടം എല്ലാവരും സിനിമ കാണാനുള്ളവരെല്ലാം ചേറിലോട്ട് കയറണം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അല്ലേ? ടിക്കറ്റ് എടുക്കാത്തവരാണെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. എല്ലാവരും മോൻ ആരാ ഉള്ള ഇവിടെ? കുട്ടികളാരെങ്കിലും
കൊച്ചുകുട്ടികൾ ആരെയും ഉണ്ടോ? പിള്ളേരാരെങ്കിലും ഉണ്ടോ? കൊച്ചുകുട്ടികൾ മാത്രം, കൊച്ചുകുട്ടികൾ മാത്രം. കുട്ടികൾക്ക് വരാനുള്ള സ്പേസ് കൊടുക്കുക ചേട്ടാ. കുട്ടികൾക്ക് വരാനുള്ള സ്പേസ് കൊടുക്കട്ടെ ചേട്ടാ. പിടിച്ചോ കുട്ടികളെ കൂടി പിടിച്ചോ. അതൊന്നും മേടിക്കും, അതൊന്നും മേടിച്ചു. പിടിച്ചോ. That's it. I'm done. ഇവരൊക്കെ ഉണ്ടാ? അയ്യോ, ആരെങ്കിലും എടുക്കുമെന്നാ? ആരെങ്കിലും ഒന്ന് എടുത്തേ. ആരെങ്കിലും ഒന്ന് എടുത്ത് അവിടെ പോയി എടുക്കണം, അവിടെ നിന്ന് എടുക്കണം. എടാ മോനെ ഒരു ഫോട്ടോ എടുത്തു. മോനെ ഒരു ഫോട്ടോ എടുത്തു. മോനെ ഇതിന്റെ ഇടയിൽ വെക്കല്ലേ? ഓക്കെ ഓക്കെ, സീറ്റ് നമ്പർ അറിയാമോ? ഇവന്റെ ഫോട്ടോ ആരെ ഫോട്ടോ? വളരെ സന്തോഷം. കാരണം നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ കുടുംബമായിട്ട് അച്ഛനും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു സിനിമ കാണുകയും അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് നമ്മുടെ അടുത്ത് നേരിട്ട് പറയുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ 2 തിയേറ്ററിൽ ചെന്ന് എൻ്റെ സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പിറകിൽ നിന്നൊക്കെ ഇങ്ങനെ ചിരികൾ കേൾക്കുമ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചിടത്തും പ്രതീക്ഷിക്കാത്തടത്തൊക്കെ ചിരിക്കുന്നത്, അത് പല പ്രായത്തിലുള്ള കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ, അത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. മുമ്പത്തെ ചിത്രങ്ങൾ ഇത്രയും കോമഡി ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ദിലീപിനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ എപ്പോഴും ഇത് മുമ്പ് ചെയ്ത പടങ്ങളും പല ടൈപ്പ് ജോണറുള്ള പടമാണ്. അപ്പം ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അറ്റൻഡ് എന്തായിരുന്നു? ഒരു പ്രചോദനം എങ്ങനെയുണ്ടായിരുന്നു? ഒരു സക്സസ് റേറ്റ് എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ DFN ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അത് ഒരു നീഷ് ക്രൗഡിനുള്ള സിനിമയാണ്, എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. പക്ഷെ എന്നാൽ അത് ഇഷ്ടമായവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പവി കാറ്റേക്കർ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഞാനത് ഒരു ഫാമിലിക്ക് വളരെ സന്തോഷത്തോടു കൂടി സിനിമ കണ്ട് ഇറങ്ങാൻ പറ്റുന്ന, ഇറങ്ങുന്ന എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു സിനിമയായിരിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അത്
തീർച്ചയായിട്ടും അങ്ങനെയുള്ള റെസ്പോൺസുകൾ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആളുകൾ അത് സ്വീകരിക്കുന്നു എന്നുള്ളത്. ദിലീപിന്റെ ആരാധകർ ഉൾപ്പെടെ എല്ലാ പ്രേക്ഷകരും പറയുന്നത് പോസ്റ്റ് കോവിഡിന് ശേഷം ഇറങ്ങിയ ദിലീപിന്റെ ഏറ്റവും നല്ല സിനിമ ഇതാണെന്നുള്ളത്. അപ്പം എങ്ങനെ തോന്നുന്നു ആ ഒരു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ദിലീപേട്ടൻ എപ്പോഴും വ്യത്യസ്തമായ സിനിമകൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള, അദ്ദേഹത്തിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാം ഉള്ള ഒരു സിനിമയാണ് പവിക്കാറ്റെ. അപ്പൊ ആ രീതിയിൽ അത് സ്വീകരിക്കപ്പെടുമ്പോൾ വളരെ സന്തോഷം. ഇപ്പം അടുത്ത ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഒട്ടുമിക്ക സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു, ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ പടം വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ മാറ്റം? അതായത് അല്ല, മലയാള സിനിമയ്ക്ക് ഏറ്റവും കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വരുന്നത്. പ്രേക്ഷകർ സിനിമ മെയിൻ എന്റർടൈൻമെന്റ് മീഡിയമായിട്ട് കാണുന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ സിനിമയും വരുന്നത്. അപ്പൊ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇൻഡസ്ട്രി മൊത്തത്തിൽ ലൈവായി നിൽക്കുകയല്ലേ, വളരെ സന്തോഷം. ഇനി അടുത്തത് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയാണ്. അതിന്റെ ഷൂട്ടിംഗ് പാരലലി നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ എഴുത്ത് നടക്കുന്നുണ്ട്. അത് കഥ അതിന്റെ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അത് തീരുമാനിക്കും. താങ്ക് യു. സുഹൃത്തെ ഒന്ന് പറയലോട്ട് ഇവിടെ കഴിഞ്ഞ ചോടങ്ങ സമയം കേട്ടോ ഒന്ന് വഴിയിലോട്ടിറങ്ങി വലിയ സന്തോഷം. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്ന് എല്ലാവരും നേരിട്ട്, പറ്റാവുന്ന ആൾക്കാരൊക്കെ നേരിട്ട് സന്തോഷം അറിയിക്കുക. കുട്ടികള്, നിങ്ങൾ കണ്ടതല്ലേ, കുട്ടികൾ മുതൽ വലിയ വലിയ ആൾക്കാര്, കുടുംബങ്ങള് എല്ലാം നിറഞ്ഞു കവിഞ്ഞ് വലിയ സന്തോഷമുണ്ട്. നമ്മള് എന്താ പറയാ, ഒരുപാട് ചിരിക്കാനുണ്ട്. നമ്മുടെ കുറെ സിനിമകൾ കുറച്ച് നാളായിട്ട് വന്ന ഒരു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. വലിയ സന്തോഷം. 100% വിശ്വസിച്ച് തിയേറ്ററിലേക്ക് വരാം. നല്ല സിനിമകൾ തിയേറ്ററിൽ എപ്പോഴും ഓടും എന്നുള്ള തെളിവ് തന്നെയല്ലേ? അതെ, എല്ലാ സിനിമകളും ഓടട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതെ, ചില സിനിമകൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് ഒന്നും പറയാൻ പറ്റൂല. ഇതിങ്ങനെ നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ ഒരുപാട് വിജയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചിലതൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്ക് എന്താ പറയാ, സിനിമയുടെ ഫൈനൽ ജഡ്ജസ് എന്ന് പറഞ്ഞ പ്രേക്ഷകരാണ്. അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചാലും വലിയ സന്തോഷം. 100%. താങ്ക് യു. ഞാൻ വൈകിട്ട് നാളെ പിടിച്ചാൽ